ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രാ വിവരണമാണ്. നമ്മുടെ കരിമ്പുകോണം ദേവീക്ഷേത്രത്തിൽ നിന്നും തിരുവൈരാണി കുളത്തേക്ക് ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും കൂടി എല്ലാ പ്രാവശ്യവും യാത്ര പുറപ്പെടുന്നതാണ്. ഈ പ്രാവശ്യം അവരോടൊപ്പം ഞാനും കൂടി. ക്ഷേത്ര ഭാരവാഹികൾ അവിടെ നിന്ന് 2 ബസ്സാണ് അറേഞ്ച് ചെയ്തിരുന്നത്. 3 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞിരുന്നിട്ട് 1-2 പേരുടെ ലേറ്റ് ആയത് കാരണം ഒരു 4-4:30 അവിടുന്ന് പുറപ്പെടാൻ സാധിച്ചത്. ഒരു 100ഓളം വരുന്ന ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും കൂടി ചേർന്നിട്ട്. എല്ലാവരും കൂടി യാത്ര തിരിച്ച് നേരെ പോയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. വലിയ ബസ്സായിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരെ മാത്രമേ അതിനെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ശകലം ദൂരം നടന്നു വന്നാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു മണികണ്ഠേശ്വരം ശിവക്ഷേത്രമായിരുന്നു മുമ്പ്. പിന്നെ ഈ ഗണപതി ഭഗവാന്റെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പ്രധാന പ്രതിഷ്ഠ കിഴക്കേ നടയിലെ മഹാദേവനും പടിഞ്ഞാട്ടായിട്ട് ശ്രീ പാർവതി ദേവിയും തെക്കേ നടയിലാണ് ഗണപതി ഭഗവാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ചെറിയൊരു കഥ പറയുകയാണെങ്കിൽ, കൊട്ടാരക്കരയിൽ കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറേക്കര ശിവക്ഷേത്രവും 2 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പെരുന്തച്ചനായിരുന്നു. പെരുന്തച്ചൻ ആ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ പ്ലാന്തടിയിൽ ഒരു ഗണപതി വിഗ്രഹത്തെ ഉണ്ടാക്കി. ആ വിഗ്രഹത്തെ ഒരു കുഞ്ഞു ഗണപതി വിഗ്രഹമായിരുന്നു. കുഞ്ഞു വിഗ്രഹം ആയിരുന്നത് കൊണ്ട് തന്നെ ഗണപതി ഭഗവാൻ അവിടുത്തേന് കൊമ്പ് 2 ഉണ്ട് കേട്ടോ. വലുതായതിനു ശേഷമല്ലേ കൊമ്പ് പ്രശ്നം വന്നേ. അപ്പോൾ ആ ഗണപതി വിഗ്രഹത്തെ കൂടി അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ പടിഞ്ഞാറ്റേക്കരയിലുള്ള പുരോഹിതൻ പറഞ്ഞു അത് സാധിക്കില്ല, മഹാദേവന് മാത്രമേ ഇവിടെ പറ്റുള്ളൂ, ഗണപതി അവിടെ സ്ഥാപിക്കാൻ പറ്റും ഉപദേവമായിട്ടൊന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ നിരാശനായിട്ട് പെരുന്തച്ചൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കേക്കരയിലുള്ള ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുത്തെ പുരോഹിതനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഇദ്ദേഹം ഭഗവാനെ അവിടെ ഇരുത്തുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പം ആ അഭ്യർത്ഥനയെ മാനിച്ചിട്ട് അവിടുത്തെ പുരോഹിതൻ ഗണപതിയെ അവിടെ ഇരുത്താൻ സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ പെരുന്തച്ചൻ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ആലയം കെട്ടി അതിനകത്ത് ഗണപതിയെ ഇരുത്തിയിട്ട് എന്താ ഇപ്പോൾ നിവേദിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ പുരോഹിതൻ പറഞ്ഞു കുറച്ച് കൂട്ടപ്പം ഇരിപ്പുണ്ടെന്ന്. കൂട്ടപ്പം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉണ്ണിയപ്പത്തെയാണ് അവരങ്ങനെ പറയണേ. അങ്ങനെ ഇലയിൽ കുറച്ച് കൂട്ടപ്പം വെച്ച് നേദിച്ചു സന്തോഷത്തോടുകൂടി പെരുന്തച്ചൻ യാത്ര ചെയ്യാൻ മടങ്ങുന്നതിന് മുമ്പ് പുരോഹിതനോട് പറഞ്ഞു, പിൽക്കാലത്ത് അച്ഛൻ്റെ ആണ് യഥാർത്ഥത്തിലുള്ള ശിവക്ഷേത്രമാണെങ്കിൽ പോലും പുറത്തറിയപ്പെടുന്നത് മകൻ്റെ പേരിലായിരിക്കും ഇത് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ മകൻ ആഹാരത്തിന് ആരും ഉണ്ടാക്കി കൊടുക്കണ്ട, അദ്ദേഹം തന്നെ തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് പുരോഹിതനോട് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ പുരോഹിതൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ പുരോഹിതന് തോന്നി ഈ കൊടുത്ത കൂട്ടപ്പം മതിയായില്ല എന്ന്. അങ്ങനെ അവിടെ ഇരുന്ന വേറെ നിവേദ്യങ്ങൾ അവലും അതും ഇതൊക്കെ കൊടുത്തു. അതിലും ഭഗവാൻ വയർ നിറഞ്ഞതായിട്ട് പുരോഹിതന് അനുഭവപ്പെട്ടില്ല. പുരോഹിതൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും അവിടെ ഇരുന്ന് എല്ലാം കൊടുത്തിട്ടും പറ്റാത്തത് കൊണ്ട് ഒരടുപ്പ് ഫ്രണ്ടിൽ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൂട്ടിയിട്ട് അവിടെ തന്നെ അരിയും പഴവും ശർക്കരയൊക്കെ കുഴച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഗണപതി ഭഗവാന്റെ വയർ നിറഞ്ഞതായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് കൊട്ടാരക്കര ഗണപതിയിലെ ഉണ്ണിയപ്പം. അപ്പോൾ അതുമൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ലയുള്ള ശ്രീ വല്ലഭ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത്. വല്ലഭ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒത്തിരി പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ വളരെ വലിയ ഒരു 8 ഏക്കറിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിപ്പവും ആ ക്ഷേത്രത്തിന്. ആ 8 ഏക്കർ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് 4 ചുറ്റും മതിലും 4 ഭാഗത്തൂടെ കയറാനായിട്ട് കോട്ടവാതിലും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ കിഴക്ക് വഴി ആ കോട്ടയ്ക്കകത്തോട്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആനക്കൊട്ടിലാണ് കേട്ടോ. ആനക്കൊട്ടിലാണെങ്കിൽ ഒത്തിരി കൊത്തുപണികളോടുകൂടി ശരിക്കും കൊത്തുപണികളോട് ചെയ്തു വച്ചിരിക്കുന്ന അതായത് ചിത്രകാരന്മാരുടെ കഴിവുകൾ മൊത്തം എടുത്തു വച്ചിരിക്കുന്ന അത്രയും പടങ്ങൾ കൊത്തി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ തൊട്ടകത്തേക്ക് കയറുമ്പോൾ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ക്ഷേത്രങ്ങളിലും കണ്ടിട്ടില്ലാത്ത ഒരു ഗരുഡ മാടത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പെരുന്തച്ചൻ്റെ കൈ ഇതുകൾ മൊത്തം അതിൽ കാണിച്ചിരിക്കുന്നത്. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കൽമണ്ഡലത്തിലുള്ള ഒരു കൊടിമരമുണ്ട്. അതിനകത്ത് കൊടിമരത്തിൻ്റെ
ഫ്രണ്ടിലായിട്ട് ഗരുഡനെ ശിരസിലേറ്റുന്ന ഒരു കൊടിമരമാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ഗരുഡനെ നിർത്തിയിട്ടുണ്ട്. ആ ഗരുഡൻ്റെ രൂപം എന്ന് പറയുമ്പോഴത്തേക്കും ഈ എന്താ പറയുക, അതിന് ചിറകുകളോട് കൂടിയ ഒരു മനുഷ്യാകൃതിയിലുള്ള ഗരുഡനാണ്. അപ്പോൾ അത് ആ ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെ 3 നില മണ്ഡപവും അടങ്ങിയതാണ് ആ ഗരുഡ മാടത്തറ. അതിൽ ഈ ഒറ്റക്കൽ മണ്ഡപം, ആ ഒറ്റക്കൽ രൂപം വന്നിരിക്കുന്നത് നേരെ ഭൂഗർഭജലവുമായി ലിങ്ക്ഡാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പഞ്ചലോക വിഗ്രഹത്തിലാണ് ഗരുഡനെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗരുഡനെ കൊത്തി കഴിഞ്ഞ ഉടനെ തന്നെ ഗരുഡന് ജീവൻ വെച്ചെന്നും ചൈതന്യം വന്നിട്ട് അത് പറക്കാൻ ശ്രമിച്ചുവെന്നും പെരുന്തച്ഛൻ തൻ്റെ ഉളി കൊണ്ട് എറിഞ്ഞ് ബന്ധിച്ച് അതിനെ നിർത്തിക്കുന്നതാണ് ഐതിഹ്യം പറയുന്നത്. അതിൻ്റെ ആ മാടത്തറയുടെ ഏറ്റവും താഴെയായിട്ട് ഭഗവാന്റെ പാഞ്ചജന്യം തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വല്ലഭ സുപ്രഭാതവും ആഴ്വാർമാരുടെ വാക്കുകളുമൊക്കെ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ആഴ്വാൻമാർ പാടി പോഴ്ത്തിക്കൊണ്ടുന്ന 108 പഴമയുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അത്രയ്ക്കും പഴമയുള്ളതാണ് ഈ ക്ഷേത്രം. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കാണെങ്കിൽ കൊടിമരമാണ്. സ്വർണ്ണത്തിൽ 100 അടിയോളം വലിപ്പത്തിലുള്ള ഒരു സ്വർണ്ണ കൊടിമരം കാണാം. പിന്നെ ഈ ക്ഷേത്രത്തിലെ വല്ലഭസ്വാമിയുണ്ട്, സുദർശന സ്വാമിയുണ്ട്. 2 പേർക്കും ഒരേ ശക്തിയാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കും തന്നെ പ്രത്യേകം തന്നെ പോറ്റിമാരെയാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അപ്പോൾ അത്രയും പഴമയുണ്ട്. അപ്പോൾ ഈ ശാല ഉണ്ടാക്കിയിട്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പാഠശാല ഉണ്ടായിരുന്നു, ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കേട്ടോ. അവിടെ തിരുവില്ല പാഠശാല എന്നാണ് അതിന് പേരുണ്ടായിരുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർകലകൾ, ആയുർവേദം, കല ഇങ്ങനെയൊക്കെയുള്ള ഓരോ പഠനങ്ങളും അവിടെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള അതും വളരെ പഴക്കമുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ വേറൊരു വലിയൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ദിവസവും അവിടെ കഥകളി നടത്തുമായിരുന്നു. അത് ഇപ്പോഴും നടന്നു വരികയാണ്. അത് ഭഗവാന് വഴിപാടായിട്ട് ഭക്തർ നടത്തുന്നതാണ് ഇപ്പോൾ. അതിനൊരു ചെറിയ കഥയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ വില്ലുമംഗല സ്വാമി അവിടെ ഭഗവാനെ കാണാൻ വേണ്ടി അത്താഴ പൂജയ്ക്ക് വന്നപ്പോൾ സ്വാമി തൊഴുതപ്പോൾ സ്വാമിക്ക് മനസ്സിലായി അവിടെ ഭഗവാനില്ലാന്ന്. അപ്പോൾ എവിടെ എന്ന് അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോൾ പുറത്ത് കഥകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ഭഗവാനെയാണ് വില്ലുമംഗല സ്വാമി കണ്ടത്. അന്നേരം ആ സ്വാമിക്ക് മനസ്സിലായത് കഥകളി ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മുതൽ കഥകളി അവിടുത്തെ വഴിപാടാക്കി മാറ്റി. ഇന്നും അത് അതേപോലെ തന്നെ തുടർന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഥകളി പുരയിൽ ഇപ്പോൾ അത് കണ്ടതിന് ശേഷം ഭഗവാൻ അവിടെ ഒരു പീഠം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മേൽശാന്തി വന്ന് വിളക്ക് കൊളുത്തുന്നതോടുകൂടി അവിടെ കഥകളി ആരംഭിക്കും. അത് ഇന്നും അതേപോലെ തന്നെ നടന്നു വരികയാണ്. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ കൊലകൾ. അപ്പോൾ പഴവും കഥകളിയും എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഈ പഴം നിവേദ്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ. ആ ഒരു വലിയ ക്ഷേത്രമാണ് അകത്ത് പള്ളി. അവിടെ നികത്ത് നിറച്ചും കൊലകളാണ് ഞാൻ കണ്ടത്. വാഴക്കൊലകൾ, ഈ പടറ്റിയും കദളിയും കൂടെ ചേർന്നിട്ടുള്ള ഇത് അവരൊന്നും ചെയ്യില്ല. അതെല്ലാം ഭഗവാൻ നിവേദിച്ചതിന് ശേഷം ഭക്തർക്ക് തന്നെ കൊടുക്കും. ഞങ്ങൾ ചെന്നപ്പോഴും നിവേദിച്ചതിൻ്റെ തോട് കളഞ്ഞൊരു വലിയ പാത്രം ചരിവ് നിറച്ചുണ്ടായിരുന്നു. നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് കൊണ്ടുവരികയോ കഴിക്കുകയോ ചെയ്യാമെന്നുള്ള അത്രയ്ക്കും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഇവരോടൊപ്പം പോയതുകൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റിയത്. അവിടെ നമ്മൾ നേരെ വന്നത് എവിടെയെന്ന് വെച്ചാൽ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഭഗവാൻ രൗദ്രഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ വരുമ്പോൾ അഘോരമൂർത്തിയും ഉച്ചയ്ക്ക് വരുമ്പോൾ ശരഭമൂർത്തിയായിട്ടും വൈകിട്ട് അർദ്ധനാരീശ്വരനായിട്ടുമാണ് അവിടുത്തെ സങ്കല്പം കേട്ടോ. അവിടെ അങ്ങനെയാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരശുരാമൻ നിർമ്മിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അത് എന്നും പറയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറോട്ടാണ് ദർശനം വച്ചിരിക്കുന്നത് ഭഗവാന്റെ. കുംഭത്തിലെ തിരുവാതിരയും ശിവരാത്രിയും ഒക്കെ അവിടെ ഭയങ്കര വിശേഷമാണ്. കുംഭത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. പിന്നെ അവിടുത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ഖരൻ എന്ന ഒരു അസുരൻ ചിദംബരത്ത് പോയിട്ട് മഹാദേവനെ തപസ് ആരംഭിച്ചു. മഹാദേവൻ ഖരൻ്റെ തപസ്സിൽ സംപ്രീതനായിട്ട് 3 ജ്യോതിർലിംഗങ്ങളെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഖരൻ ആകാശമാർഗേന ഈ ജ്യോതിർലിംഗങ്ങൾ കൊണ്ട് വരവേ വയ്ക്കത്തെത്തിയപ്പോൾ കൈ കഴച്ചിട്ട് ഒരു ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് എഴുതിയിട്ട് അവിടെ വയ്ക്കത്തിറങ്ങി വലത് കയ്യിലിരുന്ന ശിവഭഗവാനെ ശിവലിംഗത്തിനെ അവിടെ താഴത്ത് വെച്ചിട്ട് ഒന്ന് വിശ്രമിച്ചു. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തെ എടുത്ത് ശിവലിംഗം എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി നോക്കുമ്പോൾ ശിവലിംഗം അവിടെ നിന്ന് വരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല. അങ്ങനെ ഒന്ന് അതിനെ അനക്കിയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ പെട്ടെന്നൊരു അശരീരി കേട്ടു. ഞാൻ വിചാരിച്ചിരുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്, ഞാൻ ഇവിടെ വസിക്കുന്നതേ ഉള്ളൂ, എനിക്കിവിടെ ഇഷ്ടമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടുകൊണ്ട് ഹരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വ്യർത്ഥപാതൻ എന്ന ഒരു താപസനെ ആ ശിവലിംഗം ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും പോയി തുടർന്ന് ഇടത് കൈയിലെ ശിവലിംഗം കൊണ്ടുവന്ന് ഏറ്റുമാനൂരും
കൊണ്ടുവന്ന് ഇരുത്തി. അത് കഴിഞ്ഞിട്ട് കടിച്ചു പിടിച്ചു കൊണ്ടുവന്ന മൂന്നാമത്തെ ശിവലിംഗത്തിനെ കൊണ്ടുവന്ന് കടുത്തുരുത്തിയിലുള്ള തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് മുമ്പ് തൊഴുന്നത് വളരെ പുണ്യമാണ് കേട്ടോ. മഹാദേവൻ്റെ ആ ഒരു അനുഗ്രഹത്താൽ ഈ 3 ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുമുണ്ട്. 3 ക്ഷേത്രത്തിൽ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് തൊഴുതിട്ടുമുണ്ട് കേട്ടോ. 1000-ലധികം പഴക്കമുണ്ടെന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. പിന്നെ അവിടെ വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പ്രസിദ്ധമായിട്ടുള്ള 7.5 പൊന്നാൻ എഴുന്നള്ളിപ്പില്ലേ, അതും പിന്നെ ഒറ്റക്കല്ല് ബലിയിൽ തീർത്ത് കഴിഞ്ഞ ഒരു കെടാവിളക്കുണ്ട്, 5 തിരിയിട്ട ഒരു കെടാവിളക്ക്. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. ഈ 7.5 പൊന്നാന എന്ന് പറയുമ്പോൾ ഉത്സവത്തിൻ്റെ 8ാം ദിവസമാണ് അത് എഴുന്നള്ളിക്കുന്നത്. തേക്കിൻ തടിയിലാണത്. തേക്കിൻ തടിയിൽ സ്വർണം പൂശിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു സ്വർണ്ണ വാഴക്കുലയും കൂടി എഴുന്നള്ളിപ്പിന് എടുക്കാറുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അവിടെ നേർച്ച പറഞ്ഞിരുന്നതാണ് ഇത് കേട്ടോ. അപ്പോഴത്തേക്കും അദ്ദേഹം കാലം ചെയ്തപ്പോൾ അനന്തരവൻ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അത് നടക്കി വെച്ചത്. ക്ഷേത്രത്തിൽ ഇന്നും ഉത്സവത്തിന് അത് എഴുന്നള്ളിച്ച് അതേ രീതിയിൽ തന്നെ പണ്ട് രാജാവ് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്നും നടന്നു വരുന്നത്. അവിടെ നിന്ന് അപ്പം നമ്മൾ അവിടെ നിന്ന് ഞാൻ ഇന്നേ വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒത്തിരി പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അമ്പലത്തിൻ്റേതായിട്ടുള്ള ഭഗവാന്റെ പ്രസാദം കഴിക്കാനൊരവസരവും കിട്ടി. നല്ലവണ്ണം തിരക്കായിരുന്നു. എങ്കിലും ഭക്ഷണത്തിനും ക്യൂവിലും നിന്നു. തൊഴാനായാലും നല്ല തിരക്കായിരുന്നെങ്കിലും ഭഗവാന്റെ ദർശനവും നല്ലതുപോലെ കിട്ടി. ഭഗവാന്റെ പ്രസാദവും നമുക്ക് കിട്ടി. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞില്ല. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞല്ലോ കാറ്ററിംഗ് ആയിട്ട്. അപ്പം നമ്മൾ വല്ലഭ ക്ഷേത്രത്തിൽ ഭയങ്കര ഒരു ഊട്ടുവരയുണ്ട് കേട്ടോ. ആ ഊട്ടുവരയിലിരുന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും എല്ലാം ആയിട്ട്. പിന്നെ ഈ ഉച്ച ഊണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെയാണ് കഴിച്ചത്. ഇവിടെ ഇന്ന് അമ്പലത്തിലല്ല, അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലിരുന്നാണ് എല്ലാവരും ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തിരുവൈരാണിക്കുളത്തേക്കാണ്, ദേവീക്ഷേത്രത്തിലേക്കാണ് പോയത്. ദേവീക്ഷേത്രത്തിൽ ചെന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. എന്ന് വെച്ചാൽ പേടി തോന്നി. അത്ര ജനമായിരുന്നു. വണ്ടി 2 വണ്ടിയില്ലേ നമുക്ക്. അവിടെ എത്തിപ്പെടാനും കുറച്ച് ബുദ്ധിമുട്ടി. നല്ല വിധേന അവിടെ എത്തി. നമ്മളെല്ലാം പാർക്ക് ചെയ്തിട്ട് അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെ ഇറക്കിയിട്ട് അവർ വണ്ടി അങ്ങോട്ടോ പോയി പാർക്ക് ചെയ്തത്, അത് നമ്മൾ കണ്ടില്ല. എന്നിട്ട് നമ്മളെല്ലാവരെയും കൂടെ കൂട്ടി വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ആ അമ്പല ഭാരവാഹികൾ നമ്മളെ സുഖമായി ഇങ്ങെത്തിച്ചതിന് അവരോട് പ്രത്യേകം നന്ദി പറയണം. കാരണം ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ പല സ്ഥലത്തും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു കുഞ്ഞിനെ കണ്ടില്ല, ഒരമ്മയെ കണ്ടില്ല, ഒരമ്മാമ്മയെ കണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞ് എവിടെയാണോ ചെല്ലേണ്ടത് ഇവിടെ കോണ്ടാക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോരുന്ന എഴുതിയല്ല എനിക്ക് പേടി തോന്നിയത്. തൊഴാനായിട്ടുള്ള അമ്മയെ കാണാൻ പറ്റുമോ ഇത്രയും ദൂരം ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ട് എന്ന് വിചാരിച്ചു. കാരണം ഇത്രയും ജനം ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ പോയത് എങ്ങനെ വെച്ചാൽ ഒരു VIP പാസ്സിലാണ് പോയത്. അപ്പോൾ ഇതിപ്പോൾ ഇവർ വെർച്വൽ പാസ്സാണ് ക്ഷേത്ര കമ്മിറ്റിക്കാർ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ വെർച്വലിലായാലും ശരി VIP-യിലായാലും ഞങ്ങളെത്തിയ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എങ്ങനെ തൊഴാൻ പറ്റും? എങ്ങ് നോക്കിയാലും ആൾക്കാരാണ്, എങ്ങോട്ട് നോക്കിയാലും തലകൾ മാത്രമേ കാണാനുള്ളൂ. മണ്ണിട്ടാൽ താഴെ വീഴില്ല. അത്രയ്ക്ക് പറഞ്ഞു കേട്ടിട്ടില്ല. അത്രയ്ക്കുള്ള ജനപ്രളയമായിരുന്നു അവിടെ കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് അവർ നമ്മളെല്ലാവരെയും കൂടെ 2 ബസ്സിൽ വന്ന ആൾക്കാരെയും കൂടെ ആയിട്ട് കൂട്ടി അവർ നല്ലതായിട്ട് തന്നെ അവർ കൊണ്ടുപോയി. നമ്മൾ വെർച്വൽ ക്യൂവിലോട്ട് കയറി. ക്യൂവിൽ കയറിയപ്പോൾ ക്യൂ ആയിരുന്നു. ഞാൻ വിചാരിച്ചു അടി നടക്കും ബഹളാവും എന്നൊക്കെ. പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു ചെറിയ ക്യൂ ലൈനായി മാറി. നല്ല അച്ചടക്കത്തോടുകൂടി ആ ക്ഷേത്ര ഭാരവാഹികൾ പറയണം, ഇവിടുത്തെ അല്ല, അവിടെ തിരുവൈരാണിക്കുളത്ത് അവർ പറയുന്ന നിയന്ത്രിക്കുന്ന അതേ ക്യൂവിലൂടെ തന്നെ ഓരോ ആൾക്കാരായിട്ട് പോയി നല്ലവണ്ണം അച്ചടക്കത്തോടു കൂടി നല്ലതായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ദേവിയെ തൊഴാൻ പറ്റി. ദേവിയെ തൊഴുതു. മഞ്ഞൾ പറയിടേണ്ടവരും അവരൊക്കെ പറകളൊക്കെ ഇട്ടു. അപ്പോൾ ഈ അമ്മയുടെ അവിടുത്തെ ഒരു കഥയുണ്ടല്ലോ നമുക്ക്. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വർഷത്തിലൊരിക്കൽ മാത്രം ഇങ്ങനെ നട തുറക്കണേ എന്നുള്ളത്. ഇപ്രാവശ്യം തുറന്നാണെങ്കിൽ ജനുവരി 12 മുതൽ 23 വരെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് എല്ലാ ക്ഷേത്രങ്ങളിലും തേവാരപ്പുരയിൽ പൊറ്റുമാരെ ചെയ്താണല്ലോ നിവേദ്യം നേദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പാർവതി ദേവി നേരിട്ട് വന്നാണ് അവിടെ സാധനങ്ങളെല്ലാം നിവേദ്യത്തിന് ചമച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തേവാരപ്പുരയിൽ പുരോഹിതർ ഒരുക്കി വെച്ചിട്ട് അവരിങ്ങ് കഥ അടച്ചിട്ടിങ്ങ് പോരും. അപ്പോൾ ഈ എല്ലാ സമയവും ഇങ്ങനെ ദിവസവും ഇങ്ങനെ ചെയ്തു വെച്ചപ്പോൾ നിശ്ചിത സമയത്ത് ഇതെല്ലാം എങ്ങനെ ഉണ്ടായി വരണു എന്ന് പുരോഹിതർക്ക് ഒരു ആകാംക്ഷയായി മാറി. അവരെന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇതെല്ലാം നേരത്തെ അവിടെ ഒരുക്കി വെച്ചിട്ട് കഥ അടച്ചിട്ടിങ്ങ് പോന്നു. കറക്റ്റ് സമയമായപ്പോൾ ഇവർ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ പാർവതി ദേവി ഇത് ആഹാരം എല്ലാം
നിവേദ്യത്തിനുള്ളത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇത് കണ്ട് ആനന്ദ കണ്ണീർ തൂകിക്കൊണ്ട് അവരല്ലാതായി മാറിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്മേ ദേവി ജഗദംബികയെ എന്നവർ ഉറക്കെ അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കും ദേവി തിരിഞ്ഞു നോക്കിയപ്പം ദേവി ചമയ്ക്കുന്നതല്ല ഇത് അവർ കണ്ടല്ലോ എന്ന് ദേവി ക്രുദ്ധയായിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഇവിടം വിട്ടു പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടാൻ നോക്കിയപ്പോൾ പുരോഹിതരും അവിടെയുള്ള ഭക്തജനങ്ങളും എല്ലാവരും കൂടി കേണപേക്ഷിച്ച് അമ്മയെ മാപ്പാക്കണമെന്ന് പറഞ്ഞ് പോകരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ കേണപേക്ഷിച്ചപ്പോൾ അതിൽ മനസ്സലിഞ്ഞ അമ്മ 12 ദിവസം ധനുമാസത്തിലെ തിരുവാതിര തുടങ്ങി 12 ദിവസത്തേക്ക് ഇവിടെ ഞാൻ വന്നേക്കാം എന്ന് അവരോട് വാക്ക് കൊടുത്തിട്ട് അമ്മ അവിടുന്ന് യാത്രയായി. അപ്പോൾ ഈ 12 ദിവസത്തേക്ക് വരാമെന്ന് പറഞ്ഞ ആ ദിവസമാണ് അവിടെ നട തുറപ്പ് മഹോത്സവമായിട്ട് തന്നെ അത് പിൽക്കാലത്ത് അറിയപ്പെട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. ആ ക്ഷേത്രത്തിന് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന് ദക്ഷിണ കൈലാസത്വം എന്നും പറയുന്നുണ്ട് കേട്ടോ. മംഗല്യവരദായിനി ക്ഷേത്രം എന്നും പറയുന്നുണ്ട്. ഈ മംഗല്യവരദായിനി ക്ഷേത്രം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നട തുറക്കുന്ന അവസരത്തിൽ അമ്മയെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മംഗല്യം നടക്കാത്തവർക്കൊക്കെ മംഗല്യം നടക്കുന്നൊരു ഒരു കേൾവിയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടസന്താനം കിട്ടും. പിന്നെ നമ്മൾ തന്നെ എന്താണോ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ദേവി നടത്തിത്തരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു അഭിഷ്ട വരദായിനിയായിട്ടുള്ള തിരുവൈരാണിക്കുളത്തമ്മ ആലുവയിലാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടില്ലാത്തവരെല്ലാം തന്നെ പോയി കാണുക. ഈ വർഷം പറ്റാത്തവർ അടുത്ത വർഷം ഇതിൻ്റെ അപ്പുറം ജനമായിരിക്കും. പക്ഷേ അമ്മ ഒരു തടസ്സവും കൂടാതെ നമ്മളെ തൊഴിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നതാണ്. പിന്നെ എല്ലാ പേരും പോകാൻ ശ്രമിക്കുക. അമ്മയുടെ അനുഗ്രഹത്തോടെ എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അത്തോഴവും വാങ്ങി തന്നതിന് ശേഷമാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ നമ്മളെ കൊണ്ടുവന്ന് കയറ്റിയ അതേ കരിമ്പുകുളം ദേവീക്ഷേത്രത്തിൽ എത്തിച്ചത്. പുലർച്ചെ ആയി കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ. കാരണം തിരുവൈരാണിക്കുളത്തുനിന്ന് തൊഴുതിറങ്ങിയപ്പോൾ തന്നെ രാത്രി 8:30 പിന്നെ ഈ തിരക്കിൽ അവിടുന്ന് ബസ്സൊക്കെ എടുത്ത് ഇറങ്ങി വന്നപ്പോൾ തന്നെ നല്ലൊരു സമയമായി. പിന്നെ റോഡിൽ അറിയാമല്ലോ, റോഡ് ബ്ലോക്കും ഒക്കെ കൂടെ കൊണ്ട് രാത്രി മുഴുവൻ ഞങ്ങളെ ഉറങ്ങാതെ ഓടിച്ചു വന്ന ആ ഡ്രൈവറിനും കിളിക്കുമൊക്കെ അവർക്കും പ്രത്യേക നന്ദിയുണ്ട്. അമ്മ അവരെയും നല്ലവണ്ണം അനുഗ്രഹിക്കട്ടെ. അവരുടെ ഒരു ജോലിയാണെങ്കിലും അത് നമ്മളൊക്കെ ഇരുന്ന് ഉറങ്ങുമ്പോൾ അവരല്ലേ നമ്മുടെ ജീവൻ രക്ഷിച്ച് കൊണ്ടുവരണേ. അപ്പോൾ അവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആൾക്കാരെയും അമ്മ ദേവി അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത വർഷം ഒക്കുമെങ്കിൽ അപ്പോഴും ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. പോയി തൊഴണം. എല്ലാവരും ഇതുപോലെയൊക്കെയുള്ള ക്ഷേത്രത്തിൽ നിന്നൊക്കെ ടൂർ പോയാൽ ആരും മിസ്സാവരുത് കേട്ടോ. കാരണം നമുക്ക് അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ക്ഷേത്രങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകണേ. ചിലപ്പോൾ നമുക്ക് തിരുവൈരാണിക്കുളം മാത്രമേ നമുക്കറിയാവുള്ളായിരിക്കും, വേറെ ആരുടെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ പരമാവധി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കേട്ടിട്ട് എല്ലാ പേർക്കും ഇത് ഷെയർ ചെയ്ത് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക്. ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.